നമസ്കാരം. ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് ഡെൽമ ആയുർവേദിക് റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമുക്ക് ഈ പൊതുവെയുള്ള ഒരു ഇതാണ് ആയുർവേദത്തിൽ. ഇപ്പോൾ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പൊതുവെ പറയാറുണ്ട് എണ്ണ തേച്ച് കുളി, പിന്നെ അങ്ങനെയുള്ള അങ്ങനെ പറയുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, തീർച്ചയായിട്ടും. ആയുർവേദം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു എണ്ണ തേച്ച് കുളി മാത്രമല്ല, പൊതുവെയുള്ളൊരു അഭിപ്രായമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം. അത് ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്ത് നോർമലായിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഡിസീസ് എങ്ങനെ ക്യൂർ ചെയ്യാം. അതാണ് മെയിനായിട്ടുള്ള നമ്മൾ ആയുർവേദത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റൂട്ട് കോസ് വെച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ഒരു ലക്ഷ്യം. അത് ചെയ്തതിന് ശേഷം ആ റൂട്ട് കോസിനെ പൂർണ്ണമായി എടുത്ത് കളയാണ് ആയുർവേദത്തിലൂടെ ചെയ്യുന്നത്. ഈ ആയുർവേദത്തിലേക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോൾ പല കോഴ്സുകളുണ്ട്. അപ്പം ഡോക്ടർ ആയുർവേദം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്താ വെച്ചാൽ എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പൂപ്പനോ അച്ഛനോ അങ്ങനെ ആരും ആയുർവേദ ഫീൽഡിലില്ല. പക്ഷെ എന്നാൽ തന്നെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തന്നെ ഇതിനോടൊരു താല്പര്യം. ഒരു അച്ഛമ്മ പണ്ടിങ്ങനെ ഒരു ആയുർവേദ, അതായത് പ്രോപ്പർ BMS കഴിഞ്ഞതല്ല, പണ്ടത്തെ ഒരു പാരമ്പര്യ വൈദ്യം പറയാമല്ലോ. അപ്പം ഇങ്ങനെ ചെടികളോടും മരുന്നുകളോടും ഒക്കെ ഉള്ള ഒരു താല്പര്യം കണ്ട് എനിക്കും അതിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ +2 കഴിഞ്ഞ് ഏതാ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. അങ്ങനെയാണ് ഡയറക്റ്റ് BMSലോട്ട് വന്നത്. ഈ ആയുർവേദ ഡോക്ടർ മാത്രമല്ല, പാട്ടുകൾ പാടുമെന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട് പാടിയാലോ? ഓക്കെ. പാട്ടുകൾ പാടുന്ന വെച്ചാൽ ചെറുതിലെ ക്ലാസിക്കൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഹൈസ്കൂൾ ആ ഒരു ലെവൽ എത്തിയപ്പോൾ ഒരു എഴുത്തിനോടൊരു ചെറിയൊരു ഇഷ്ടം തുടങ്ങി. അങ്ങനെ എഴുതി സ്വന്തമായിട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്ത് പാടി. അങ്ങനെയുള്ള 2-3 കവിതകളുണ്ട്. അപ്പം അതിലൊന്ന് ഞാൻ ഒരു ഓണത്തിൻ്റെ വേസ്റ്റ് ഒരു ആൽബം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 2 വർഷം മുമ്പാണ്. ഇപ്പം സാറിന് ഏതൊരു കവിതയായാലും വിട ചൊല്ലുവാനായി പിരിയുന്ന നേരത്ത് ഇടറുന്ന വാക്കുകളാലേ പിരിയാൻ വയ്യെന്നറിയുന്നെങ്കിലും പിരിയാതെ പിന്നെങ്ങനെ, പിരിയാതെ പിന്നെങ്ങനെ. കൂട്ടിനായെന്നും കൂട്ടുകാരായി നാം എന്നും നിറവാർന്ന സ്വപ്നങ്ങൾ ഒന്നിച്ചു കണ്ടു നാം കൂട്ടാളിയായിരുന്നു, എന്നും കൂട്ടാളിയായിരുന്നു. അടിപൊളി കേട്ടോ, നല്ല ശബ്ദം, അതുപോലെ നന്നായി പാടി. അതിലൊരു നല്ലൊരു പ്രണയമാണല്ലോ. അയ്യോല്ല, പ്രണയമല്ല, നമ്മള് കോളേജ് ടൈമില് ഫെയർവെല്ലിന്റെ ആ ടൈമിലൊന്ന് എഴുതി ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതാണ്. അതാണ് നമ്മള് പിന്നെ കാണില്ലല്ലോ, ആ ടൈം പിന്നെ തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത് പാടിയത്. ഓക്കെ, താങ്ക് യു. ഈ വെയിറ്റ് ലോസിന് ആയുർവേദത്തിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? തീർച്ചയായും ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ ഡയറ്റ് കൊണ്ടുവരിക. അതാണ് അത്. ഈ യൂട്യൂബ് ഓരോ ചാനലിൽ കണ്ട് ചെയ്യുന്ന ഡയറ്റ് അല്ല, കീറ്റോ ഡയറ്റൊക്കെ പോലെയുള്ള ഡയറ്റ് അല്ല. ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവർ തരുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റേണൽ തെറാപ്പി ആയിട്ട് ഉദ്വർത്തനം എന്ന് പറയാം ആയുർവേദത്തിൽ. ഉദ്വർത്തനം ഉദ്ദേശിക്കുന്ന പൗഡർ മസാജാണ്. അതായത് കോലകുലത്താദി ചൂർണം, ത്രിഫല, അങ്ങനെ ചൂർണങ്ങൾ ഉപയോഗിച്ച് ബോഡി പാർട്ടിൽ ഏതൊക്കെ, ഇപ്പോൾ തൈസ്, നമ്മൾ അബ്ഡമൻ ആ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഫാറ്റ് കെട്ടിക്കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് പൗഡർ മസാജിലൂടെ നമുക്ക് നല്ലൊരു 10 സെഷൻ എടുത്താൽ തന്നെ നല്ലൊരു മാറ്റം കണ്ടുവരാറുണ്ട്. ഇഞ്ചസിലായാലും വെയിറ്റ് റിഡക്ഷനിലായാലും നല്ലൊരു മാറ്റം കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളുടെ കഷായം, ഇൻറ്റേർണൽ മെഡിസിനും
നമുക്ക് ഇപ്പോൾ പേഴ്സൺ റെഡി ആണെങ്കിൽ ഇന്റേണൽ മെഡിസിനും കൂടെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കഷായം എന്ന് പറയുമ്പോൾ കഷായം പൊതുവേ ആൾക്കാർക്ക് ഒരു മടിപ്പ് വരാനുള്ള കാരണം കയ്പ്പാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ. അത് ശരിക്കും കയ്പ്പ് തന്നെയല്ലോ അല്ലേ? ഒരിക്കലും അല്ല. കഷായം അതിപ്പോ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പിന്നീട് നമുക്ക് വായിക്കകത്ത് കരിപ്പെട്ടി അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ടായിരുന്നു അത് നമ്മൾ അനുപാനമായിട്ട് കൊടുക്കാറുണ്ട്. അത് ഓരോ ഡിസീസ്ഡ് കണ്ടീഷൻ ബേസ്ഡ് ഓരോ കഷായത്തിന് ഓരോ അനുപാനം പറയും. അതായത് കഷായം കഴിച്ചു കഴിഞ്ഞ് ആ അനുപാനത്തിലുള്ള മെഡിസിൻ എടുക്കണം. നമ്മളുടെ ശർക്കര വരും അതിൽ, ഉലുവ കാര്യങ്ങള്, ഇന്ദുപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാം. അതാണ് നിങ്ങൾ അവസാനമായിട്ട് വായിൽ വെക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ കഷായം ഒരു കയ്പല്ല. അതെ, നമ്മളെ കണ്ടന്റ് അനുസരിച്ച് മാറും അതിന്റെ ടേസ്റ്റ്. പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് വരുന്നത്.